നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന്. അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡെസേർട്ട് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ മിൽമയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചാറിയതിന് ശേഷം വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ പാല് മുഴുവനായിട്ട് ഒന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചൂടാവുന്ന സമയത്ത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചും അതനുസരിച്ചും പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് പഞ്ചസാര ഇതിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാം. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് സൂപ്പർ മാർക്കറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ എടുക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. തിളച്ച പാൽ ഒഴിക്കാൻ പാടില്ല കേട്ടോ, തണുത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാലിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഇത് കൈവിടാതെ ഇളക്കുക വേണം കേട്ടോ. നമ്മൾ കസ്റ്റാർഡ് പൗഡർ കലക്കുന്ന സമയത്ത് തന്നെ ഇതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് കുറേശ്ശെയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെയായിട്ട് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട കെട്ടി പോവും. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട സമയത്ത് തന്നെ ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഇത് കൂടുതലായിട്ട് ടൈറ്റ് ആവാനും പാടില്ല. അപ്പൊ നമ്മുടെ ഇതിന്റെ ബാറ്ററി ശരിയായ രീതിയിൽ കിട്ടില്ല. ഇപ്പോൾ ഇതൊന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. അത്രയും മതി. ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ കസ്റ്റാർഡ് വേണ്ടത്. ഇത്രയും ഒരു കുറുക്കാണ് നമുക്കിതിന് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുന്തിരി, ഉറുമാമ്പഴം, ഏത്തപ്പഴം, ആപ്പിൾ, ഇത്രയും ഫ്രൂട്ട്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എമൗണ്ട് ഒക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വേണ്ട ടേസ്റ്റിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം എല്ലാം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഇതിലേക്ക് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഏകദേശം ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഉറുമാമ്പഴവും അതുപോലെ തന്നെ ചെറീസും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാനും ഒന്നും മറക്കരുത്.
അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.